അമ്മ മണി എന്താ ഭയങ്കര ആലോചന? ഒന്നുമില്ല. ഒന്നുമില്ലേ? കൊറേ നേരമായിട്ട് അവരുടെ മോഹം ഭയങ്കര ഡള്ളായിട്ടിരിക്കണമ്മ. എന്ത് പറ്റിയമ്മ? കാര്യം പറ. ഇല്ല മക്കളെ, ഒന്നുമില്ലാതെ മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കും. കാര്യം പറ. എന്റെ മൂഡ് ശരിയല്ല. എന്ത് കുഴപ്പം? ഞാൻ പറയാം, പക്ഷെ കളയാക്കരുത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എല്ലാം കൂടെ എന്നെ എടുത്തിട്ട് കളയാക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. നമ്മളെപ്പോഴും അമ്മയെ കളയായിക്കൊണ്ടിരിക്കും. അതല്ലേ ചെയ്യണം, അതുകൊണ്ടല്ലേ പറയാത്ത. എന്തോ നീ പറ അമ്മ, കാര്യം എന്തോന്നു പറ. എന്തുവാ പറയട്ടാ? പറ. അതെ, എനിക്കിന്ന് രാവിലെ മുതലേ ഒരു തോന്നല്, അച്ഛൻ എന്തോ ഒരു പ്രശ്നം വരാൻ പോവാണെന്ന്. അത് ചുമ്മാ തോന്നുന്നതായിരിക്കും. എന്തെങ്കിലും ആലോചിച്ചോണ്ടിരുന്ന അങ്ങനെ. ചുമ്മാ അതല്ല മക്കളെ. പിന്നെ അമ്മയ്ക്ക് ഇങ്ങനത്തെ തോന്നൽ ഇടയ്ക്കിടയ്ക്ക് വരാറില്ല, അറിയാലോ. അങ്ങനെ തോന്നൽ വന്നിട്ടുള്ള സമയത്തൊക്കെ എന്തെങ്കിലും പ്രശ്നം കാണിച്ചതായിട്ട് വീട്ടിലുണ്ടായിട്ടുണ്ട്, അറിയാലോ. അങ്ങനെയൊന്നും എപ്പോഴും സംഭവിച്ചിരുന്നില്ല. ഇന്നാൾ എന്തോ ഒരു തോന്നൽ, എന്തോ എനിക്കെന്തോ സംഭവിക്കാൻ പോണെന്ന് പറഞ്ഞു. എനിക്കെന്തോ സംഭവിച്ചോ? എന്തെങ്കിലും പറ്റിയോ? ആൾക്ക് അന്ന് വയ്യായി വന്നില്ലേ? ബൈ ഒന്ന് പോ അമ്മ, എണീറ്റ്. സത്യമാണ്, എനിക്കറിയാം. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഈ തോന്നൽ എനിക്ക് വന്നിട്ടുള്ള സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. എന്തോന്നാണോ എന്തോ ദൈവമേ. അമ്മ ഇത് അച്ഛന്റെ കാര്യം ആലോചിച്ചോണ്ടിരിക്കുന്നോണ്ട് വന്നത്. ഇത് വേറെ എന്തോ പ്രശ്നമാണ്. വേറെ എന്തോ ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷനോ കാര്യം എന്തോ ആണ്. അല്ലെങ്കിൽ തന്നെ നെഗറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വരും. ഇടി അതൊന്നും അല്ല. ഇന്ന് അച്ഛൻ വിളിച്ചിട്ടും ഇല്ല എന്നെ ഫോണില്. അല്ലെങ്കിൽ അച്ഛൻ വിളിച്ചില്ലല്ലോ, അതിന്റെ ടെൻഷൻ അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അച്ഛന് സംഭവിക്കാൻ പോണ. അച്ഛൻ എന്തോ സംഭവിക്കാതിരിക്കുന്നത്, തിരക്കായിരിക്കും അവിടെ. പിള്ളേർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല ഓരോ കാര്യങ്ങള്. അമ്മ അത് വിടമ്മ, അതും ആലോചിച്ചോണ്ടിരിക്കല്ലേ എന്തോ. ഇടി നമുക്ക് പരീക്ഷ എഴുതാൻ പോകുമ്പോ ഒരു പേടി വരൂലേ? നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ തോന്നലുണ്ടല്ലോ, ഒരു വല്ലാത്ത ഫീലിംഗ്, എന്തോ ഒരു നെഗറ്റീവ്. ആത്മവിശ്വാസം ഇല്ലാത്തോണ്ട്. ആത്മവിശ്വാസം ഇല്ലാത്തോണ്ടെന്നല്ല, അത് പേടിയല്ലേ, ടെൻഷൻ. അത് നമ്മൾ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഈ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ടെൻഷൻ. പക്ഷെ ആ ഒരു ഫീലിംഗ് അത് അങ്ങനെ വരുമ്പോഴൊക്കെ പ്രശ്നമാണ്. എനിക്കറിയാം ഇത് പണിയാണ്. എന്ത് പ്രശ്നം? എന്തോന്ന് പിള്ളേരൊക്കെ എന്തോന്നമ്മ, ഒരു പ്രശ്നവും ഇല്ല. നോക്ക്, ടെൻഷൻ അടിച്ച് വേർത്ത് ഒഴുകി. പ്രശ്നം ഇല്ലെങ്കിൽ ഓക്കെ, പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ. അത് തന്നെയാണ് അമ്മയുടെ ആവശ്യം. ഒന്നും ഉണ്ടാവത്തില്ല അമ്മ. ഇങ്ങനെ ഇരിക്കില്ലേ അമ്മ, കാണാനൊരു സുഖം. ഉഷാറായിട്ട് അമ്മ ഈ മൂഡോട്ടൊക്കെ മാറ്റിട്ട് വാ, നമുക്ക് റീൽസ് എടുക്കാം. ഒരു ഡാൻസ് ഒക്കെ കളിക്കുമ്പോ ശരിയാവും. പിന്നെ ഡാൻസ് കളിക്കാൻ പറ്റിയ മൂഡ് ഇപ്പൊ. അമ്മ നാട്ടിൽ പോണ കാര്യം നമുക്ക് ഓർമ്മയിട്ടല്ല. അത് അച്ഛൻ വന്നിട്ട് പോയാ പോയി. അറിയാലോ അച്ഛന്റെ കാര്യം എത്ര പ്രാവശ്യം മാറ്റി വെച്ചു. അമ്മ പറയണേ അമ്മ അച്ഛൻ്റെ അടുത്ത്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ നമ്മളെ പറ്റിക്കാനൊന്നും പറ്റൂല എന്ന് തോന്നുന്നു. എപ്പോഴും പറ്റിക്കുന്നത്. അമ്മ വിചാരിച്ചാ നടക്കും. ചുമ്മാ ഒന്നും എന്ത് രവിയേട്ടൻ മൈൻഡ് ചെയ്താ പോന്നെ? ഇത്രയും 3 പേര് ഇരിക്കുന്ന കണ്ടിട്ട് എന്ത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ മൈൻഡ് ചെയ്താൽ പോകില്ല. അല്ലെങ്കിൽ അവിടെ മുറ്റത്തുനിന്നേ മണീന്ന് വിളിച്ചോണ്ട് വരുള്ളൂ. എന്റെ അമ്മ, ഇത് ബാങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ആയിരിക്കും. പക്ഷെ മുഖത്ത് നല്ല ദേഷ്യമുണ്ട്. എന്തോ പ്രശ്നമുണ്ട്. ബാഡി എന്താണെന്ന് ചോദിക്കാം. രവിയേട്ടാ